ശാസ്ത്രം അനുസരിച്ച് തന്നെ സ്റ്റഡി സ്റ്റേറ്റ് തിയറിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. പരിണാമവും ശരിയല്ല, എന്നാലും അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എന്തുകൊണ്ട് പരിണമിച്ച് കൂടുതൽ ഗുണവിശേഷങ്ങളുള്ള പല കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രകൃതി നിന്നുകൊടുത്തു. വ്യക്തിത്വം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നിന്നോ അല്ലെങ്കിൽ നൂറുകണക്കിന് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയില്ല. അപ്പം പിന്നെ ദൈവമായിട്ടുള്ള വ്യത്യാസം എന്നാ? നിങ്ങൾക്ക് നിത്യമായ ഒരു പ്രപഞ്ചത്തിൽ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിത്യമായ ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൂടാ? സ്റ്റഡി സ്റ്റേറ്റ് തിയറി അനുസരിച്ച് ഈ പ്രപഞ്ചം അനന്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ദൈവത്തിന്റെ ആവശ്യം എന്താണ്? നല്ല ചോദ്യമാണ്. കാലാകാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാര് ഈ പ്രപഞ്ചം സ്വയം ഉളവായതാണ്, ഒരു ദൈവമില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് അനേക തിയറികൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രെഡ് ഹോയിലിനെ പോലുള്ള പല പ്രമുഖന്മാരും പ്രചരിപ്പിച്ചിരുന്ന ഒരു തിയറിയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. സ്റ്റഡി സ്റ്റേറ്റ് തിയറി അനുസരിച്ച് ഈ പ്രപഞ്ചം നിത്യമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഈ പ്രപഞ്ചം നിത്യമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ 1948 ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ശാസ്ത്രലോകം പൊതുവെ അംഗീകരിച്ചു. അന്ന് അംഗീകരിച്ചപ്പോൾ ആ സിദ്ധാന്തം അനുസരിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു, ബിഗ് ബാങ് എന്ന് പറയുന്ന ആ മഹാവിസ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തില് അതിൻ്റെ ആഫ്റ്റർ ഗ്ലെയർ, അല്ലെങ്കിൽ അത് സംഭവിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന റേഡിയേഷൻ ഈ പ്രപഞ്ചത്തിൽ തന്നെ കാണണം എന്നുള്ളത്. 1965 ആ റേഡിയേഷൻ കണ്ടുപിടിച്ചു. ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കണ്ടുപിടിച്ചു. അതോടുകൂടെ ബിഗ് ബാങ് തിയറി പൊതുവെ ശാസ്ത്രലോകം അംഗീകരിച്ചു. സ്റ്റഡി സ്റ്റേറ്റ് തിയറി കുഴിച്ചു മൂടി. സ്റ്റഡി സ്റ്റേറ്റ് തിയറിക്ക് മറ്റു ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി അനുസരിച്ച് പ്രപഞ്ചം നിത്യമാണ്, പ്രപഞ്ചം ആദ്യകാരണമാണ്. അപ്പം പിന്നെ ദൈവമായിട്ടുള്ള വ്യത്യാസം എന്നാ? നിങ്ങൾക്ക് നിത്യമായ ഒരു പ്രപഞ്ചത്തിൽ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിത്യമായ ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൂടാ എന്നുള്ള ചോദ്യം വരും. മാത്രമല്ല, ജീവനില്ലാത്ത, ഇച്ഛയില്ലാത്ത, ആഗ്രഹങ്ങളില്ലാത്ത നിത്യമായ ഒരു പ്രപഞ്ചം, അതില് കൂടുതൽ വികസിതമായിട്ടുള്ള പ്രത്യേകിച്ച് ഗുണസ്വഭാവങ്ങളുള്ള കാര്യങ്ങളെ എന്തിനു സൃഷ്ടിക്കണം? ആലോചിച്ച് നോക്കിക്കേ. അതായത് ഈ പ്രപഞ്ചം അത് നിത്യമായ ജീവനില്ലാത്ത ഒരു ആദ്യ കാരണമായിട്ടിരിക്കുക. അതിലെന്തുകൊണ്ട് ജീവികളെ ഉണ്ടാക്കണം? ഇനി ജീവികളെ ഉണ്ടാക്കിയാൽ തന്നെ എന്തുകൊണ്ട് ഇത്രയധികം വൈവിധ്യങ്ങൾ വരണം? ഒരു ഉദാഹരണം പറഞ്ഞാൽ, മയിലിന്റെ പീലിയുടെ നിറവും കുയിലിന്റെ പാട്ടിന്റെ മനോഹാരിതയും അല്ലെങ്കിൽ ഒരു പിച്ചിപ്പൂവിന്റെ മണവും, ഇങ്ങനെയുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിത്വമില്ലാത്ത, അല്ലെങ്കിൽ ഡിസയറുകളില്ലാത്ത, ആളത്വമില്ലാത്ത ഒരു പ്രകൃതി അല്ലെങ്കിൽ ഒരു പ്രപഞ്ചം എന്തിന് പടച്ചുണ്ടാക്കണം? സാധാരണഗതിയിൽ ഇങ്ങനത്തെ ചോയ്സുകളൊക്കെ ജീവനുള്ള ഒരു വസ്തുവിനാണുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് മെനു തരുന്നു. ആ മെനുവിൽ നിന്ന് അതിലുള്ള കാര്യങ്ങളുടെ, അതിൽ എഴുതിയിരിക്കുന്ന ഐറ്റങ്ങളുടെ വിലയും ഗുണവും നമ്മുടെ പഴയ അനുഭവമൊക്കെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഗുണവിശേഷമാണ്. വ്യക്തിത്വം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നിന്നോ അല്ലെങ്കിൽ നൂറുകണക്കിന് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയില്ല. അപ്പം ഈ ജീവനില്ലാത്ത നിത്യനായ പ്രപഞ്ചം എന്തുകൊണ്ട് വൈവിധ്യതയിലേക്ക് കൂടുതൽ കടന്നുപോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് പരിണാമത്തിലേക്ക് കടന്നുപോയി? ഇവരാ വൈവിധ്യം ഉണ്ടായതിന് പറയുന്നത് പരിണാമമാണ്. പരിണാമവും ശരിയല്ല, എന്നാലും അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എന്തുകൊണ്ട് പരിണമിച്ച് കൂടുതൽ ഗുണവിശേഷങ്ങളുള്ള പല കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രകൃതി നിന്നുകൊടുത്തു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഒരു പവറാണ്, ഒരു ശക്തിയാണ്. ഈ ഇലക്ട്രിസിറ്റിക്ക് ഞാൻ ഇപ്പം സൗണ്ട് എനർജി ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ബിഥോവന്റെ സംഗീതം പൊഴിക്കാം എന്ന് എപ്പോഴെങ്കിലും ഇലക്ട്രിസിറ്റി ചിന്തിക്കുമോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ ചൂടുണ്ടാക്കി കളയാം? ഇല്ല. ആരോ നിയന്ത്രിക്കുന്നതനുസരിച്ചാണ് വൈദ്യുതി ഇതൊക്കെ തീരുമാനിക്കുന്നത്.
എന്നെ ഒരു ഹീറ്ററിലൂടെ കടത്തിവിട്ടാൽ ഞാൻ ചൂടുണ്ടാക്കും, അത് പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഗീസറിലൂടെ കടത്തിവിട്ടാൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് സഹായിക്കാം. ഇങ്ങനെ വൈദ്യുതി ഇങ്ങനെ നിന്നു കൊടുക്കുക, മറ്റാരൊക്കെയോ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പം വ്യക്തിത്വമില്ലാത്ത ഒരു പ്രകൃതിക്ക് ഒരു വിധത്തിലും വൈവിധ്യമാർന്ന ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. ഇനിയും രണ്ടാമതായിട്ട് ശാസ്ത്രം അനുസരിച്ച് തന്നെ സ്റ്റഡി സ്റ്റേറ്റ് തിയറിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തെർമോഡൈനാമിക്സിന്റെ ഒന്നാം നിയമം അനുസരിച്ച് പ്രപഞ്ചത്തിലെ ഒരു വസ്തു, ഒരു ഭൗതിക വസ്തു ഒരു മുന്നുറവിടത്തിൽ നിന്നേ ഉണ്ടാകും. പ്രത്യേകിച്ച് എനർജി ഒരു മുന്നുറവിടത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. തീ ഉണ്ടെങ്കിൽ അതിനെ കത്തിച്ച് നമുക്ക് ഹീറ്റ് എനർജി ഉണ്ടാക്കാം, അല്ലെ ചൂടുണ്ടാക്കാം. അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ അത് നീരാവിയാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ട്രെയിനൊക്കെ ഓടിക്കാം. വൈദ്യുതിയിൽ നിന്ന് പ്രകാശമോ കാറ്റോ ഇങ്ങനെ പലതരം ഊർജങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഈ ഊർജങ്ങൾക്കെല്ലാം ഒരു മുന്നുറവിടം ആവശ്യമാണ്. അത് തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ വളരെ അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന സ്റ്റഡി സ്റ്റേറ്റ് തിയറി തെർമോഡൈനാമിക്സ് നിയമങ്ങളുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകത്തില്ല. കാരണം തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏതൊരു കാര്യത്തിനും ഒരു മുന്നുറവിടം വേണം, ഏതൊരു ഭൗതിക കാര്യത്തിനും ഒരു മുന്നുറവിടം വേണം. അപ്പം തെർമോഡൈനാമിക്സ് അനുസരിച്ചും സ്റ്റഡി സ്റ്റേറ്റ് തിയറി നിലനിൽക്കത്തില്ല. മൂന്നാമതായിട്ട് ലോജിക്കിന്റെ ആകെ 4 നിയമങ്ങളാണ് ലോജിക്കിനുള്ളത്. അതിൻ്റെ 4ാം നിയമം ലോ ഓഫ് സഫിഷ്യന്റ് റീസൺ, പര്യാപ്തമായ കാരണം ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം. ആ നിയമം അനുസരിച്ച് ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഒരു മുന്നുറവിടം ഉണ്ടായാലേ പറ്റൂ എന്ന് പറയുന്നതാണ്. അപ്പം നമ്മളാരേലും പറയുക എനിക്ക് ലോജിക്കൊന്നും വിഷയമല്ല, ഞാന് വലിയൊരാളാണ്, എനിക്ക് ഈ ലോജിക്കൊന്നും വിഷയമല്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാദം സ്വീകരിക്കണം. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയാം, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാദം സ്വീകരിക്കണം, അതുകൊണ്ടെന്ന് പറയുന്നത് തന്നെ ലോജിക്കാണ്. ലോജിക്ക് ഉപയോഗിച്ച് തന്നെയാണ് അയാൾ പറയുന്നത് എനിക്ക് ലോജിക്കില്ല, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം ലോജിക്ക് ഉപയോഗിച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ സെൽഫ് കോൺട്രഡിക്റ്റ് ചെയ്യുക, സ്വയം ഞാൻ പറഞ്ഞത് പരസ്പര വിരുദ്ധമാണെന്ന് തെളിയിക്കുക. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒന്നും ശരിയല്ല, അത് ലോകത്ത് ആരും അംഗീകരിക്കത്തില്ല. അത് ഭ്രാന്തന്മാരാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ലോ ഓഫ് സഫിഷ്യന്റ് റീസൺ എന്ന് പറയുന്ന ലോജിക്കിന്റെ നിയമം ഉൾപ്പെടെ ലോജിക്കിന്റെ അടിസ്ഥാന നിയമങ്ങളെല്ലാം സാർവലൗകികമാണ്, സാർവത്രികമാണ്, എല്ലാവർക്കും ബാധകമാണ്. അത് ചിന്തയെയും ഭാഷയെയും കണക്കിനെയും അതുപോലെ എല്ലാ മനസ്സിന്റെ വ്യവഹാരങ്ങളെയും നിയന്ത്രിക്കുന്ന പൊതു നിയമങ്ങളാണ്. അതിനെതിരെ ആർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. പറഞ്ഞാൽ അദ്ദേഹം സ്വയം അദ്ദേഹത്തെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വാദഗതികൾക്ക് ഒരു പ്രസക്തിയുമില്ല. അപ്പോഴ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി ലോജിക്കിന്റെ നിയമങ്ങൾക്ക് എതിരാണ്, ലോജിക്കിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി നോൺസെൻസിക്കലാ, അല്ലെങ്കിൽ തെറ്റാണ്, അത് അംഗീകരിക്കാൻ കഴിയാത്തത്. അപ്പൊ ശാസ്ത്രം അനുസരിച്ചും അതുപോലെ തന്നെ യുക്തിയുടെ നിയമങ്ങൾ അനുസരിച്ചും മാത്രമല്ല സ്റ്റഡി സ്റ്റേറ്റ് തിയറിക്ക് ബദലായിട്ട് വന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ചും സ്റ്റഡി സ്റ്റേറ്റ് തിയറി അംഗീകാരയോഗ്യമല്ല. അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രലോകം സമ്പൂർണമായിട്ടും തള്ളിക്കളഞ്ഞ ഒരു തിയറിയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കവലകളിലൊക്കെ നിന്ന് നിരീശ്വരന്മാർ ഘോരം പ്രസംഗിക്കും. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നൊന്നും അവർ പറയത്തില്ല. അവർ പറയും ഈ പ്രപഞ്ചം ഇന്നും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയും. ആ പറയുന്നതിനാ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത്. അത് ശാസ്ത്രലോകം തന്നെ എന്നോ തള്ളിക്കളഞ്ഞ ഒരു തിയറിയാണ്. ഈ നിരീശ്വരന്മാരൊക്കെ പറയുന്നത് അവര് കുളിക്കുന്നതും പല്ല് തേക്കുന്നതും കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ശാസ്ത്രമാണെന്നാണ്. പക്ഷേ അവര് തന്നെ ശാസ്ത്രത്തിനും യുക്തിക്കും എതിരെയാണ് ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം എന്നും ഇതുപോലെ നിന്നിരുന്നു എന്ന് വാദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മാത്രമല്ല നിരീശ്വരന്മാർ സ്വയം എടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് അവരെ കുറിച്ച് പറയാനായിട്ട്. അതെന്താ? അവര് യുക്തിവാദികളാണെന്ന്. വാസ്തവത്തില് അവരാണ് ലോകത്തിൽ ഏറ്റവും യുക്തിയില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുന്നവര്. ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി തന്നെ അതിന്റെ ഒരു വലിയ തെളിവാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി യുക്തിക്കെതിരാണ്, പക്ഷെ അതുപയോഗിച്ചാണ് അവർ വാദിക്കുന്നത്. ഈ നിരീശ്വരന്മാരാരും തന്നെ യുക്തിവാദികളല്ല, അവർ മറിച്ച് വെറും പ്രത്യക്ഷവാദികളാണ്. കണ്ണിൽ കാണുന്നത് മാത്രമേ
ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവരാണ്. അതിന് പ്രത്യേകിച്ച് യുക്തിയൊന്നും ആവശ്യമില്ല. കണ്ണി കണ്ടത് അങ്ങ് സ്വീകരിച്ചാൽ മതി. അവർക്ക് ശാസ്ത്രീയവാദവുമില്ല, യുക്തിവാദവുമില്ല. അവർ കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് വാദിക്കുന്ന ഒരുതരം മുട്ടാത്തർക്കം ഉന്നയിക്കുന്നവരാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറികൾ. ഇത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.